പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ അപ്രതീക്ഷിതമായി ഒരു ലൈവിൽ വീണ്ടും വന്ന് ഒരു സാമൂഹ്യ പ്രശ്നത്തെ കുറിച്ചുള്ള വിശകലനം ചെയ്യാൻ ഇടയായിട്ടുള്ള സന്ദർഭത്തെ ഞാൻ ആദ്യം ഒന്ന് ബോധ്യപ്പെടുത്താം. കലാമണ്ഡലം സത്യഭാമ എന്നറിയപ്പെടുന്ന ഒരു മാന്യ മഹതി, പ്രസിദ്ധനായ RLV രാമകൃഷ്ണന്റെ കലാനൈപുണ്യത്തെയും അദ്ദേഹത്തിൻ്റെ കഴിവുകളെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഉള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. 2-3 വിഷയങ്ങൾ ഇതിൻ്റെ ഉള്ളടക്കമായി ചേർത്ത് ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, കല അതിൻ്റെ സാർവജനീനമായ ഒരു സ്വഭാവം. 2, ആ കലയുടെ ആവിഷ്കാരത്തിൻ്റെ മീതെയുള്ള നിർദ്ദേശങ്ങളും നിബന്ധനകളും എന്തൊക്കെ. ഇനി മറ്റൊന്ന്, ആ കല അവതരിപ്പിക്കാൻ ആർക്കെങ്കിലും വിലക്കുണ്ടോ, ഉണ്ടെങ്കിൽ എന്ത്. ഇനിയുമുണ്ട് ചില അനുബന്ധ കാര്യങ്ങൾ. ആ കലയ്ക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ടോ ആവിഷ്കാരത്തിൽ? സ്ത്രീ അവതരിപ്പിക്കേണ്ട കലകൾ പുരുഷൻ അവതരിപ്പിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ പുരുഷന് സ്ത്രീക്കും നിഷിദ്ധമായ കലാരൂപങ്ങളുണ്ടോ? ഇനിയുള്ളത്, കലയ്ക്കൊരു വർഗീകരണമുണ്ടോ? മതപരമായ ജാതീയമായ ചില പ്രത്യേകതകൾ അതിനുണ്ടോ? കുറേയൊക്കെ ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. ചില കലാരൂപങ്ങൾക്ക് മതത്തിൻ്റെ പശ്ചാത്തലമുണ്ട്, ജാതിയുടെ പശ്ചാത്തലമുണ്ട്. എന്നാൽ ഇവിടിപ്പോൾ മോഹിനിയാട്ടം എന്ന ഒരു കലാരൂപത്തെ വേദിയിൽ അവതരിപ്പിക്കാൻ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഡോക്ടർ RLV രാമകൃഷ്ണൻ, അദ്ദേഹം ഗവേഷണം ചെയ്ത് പഠിച്ച് PhD എടുത്ത ആളാണ്. ഈ കലയിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മോഹിനിയാട്ടത്തിൻ്റെ നാട്യശാസ്ത്ര നിബന്ധനകളെക്കുറിച്ചോ ഒന്നും കാര്യമായ ഗ്രാഹ്യമുള്ളവരല്ല. പക്ഷെ അതിരുന്ന് ആസ്വദിക്കും എന്നുള്ളതൊരു വസ്തുതയാകാം. പക്ഷേ മോഹിനിയാട്ടം എന്ന കലാരൂപത്തിൻ്റെ കുറേ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനതല്ല ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഇതിനെ കേവലം ഒരു ജാതീയതയുടെ പ്രശ്നമാക്കി ചുരുക്കി കാണാനും ആഗ്രഹിക്കുന്നില്ല. ഈ വസ്തുത പറയുമ്പോൾ എൻ്റെ മനസ്സോടിപ്പോയത് ബൈബിളിലെ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം എന്ന പൗലൂസിൻ്റെ കൃതിയുണ്ട്, എഫേസ്യ ലേഖനം. ആ ലേഖനത്തിന് ആസ്പദമായ എഫെസോസ് എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിലനിന്നിരുന്ന ഒരാചാരത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ മോഹിനിയാട്ടം വിശദീകരിക്കാം. എന്തിനാണ്? ബൈബിളിലെ എഫെസോസ് പട്ടണവും അവിടുത്തെ കലാരൂപങ്ങളെയും അല്ലെങ്കിൽ അവിടുത്തെ വസ്തുതകളെയും പറഞ്ഞുകൊണ്ട് ഞാൻ മോഹിനിയാട്ടത്തിലേക്ക് വരുന്നതെന്ന് നിങ്ങൾക്ക് സംശയം വേണ്ട. ബൈബിളിൽ പറഞ്ഞില്ലെങ്കിലും എഫെസോസ് എന്നൊരു പട്ടണത്തിൽ നിലനിന്നിരുന്ന, നടമാടിയിരുന്ന ഒരു ആഭാസപരമായ മതചരിത്രത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. എഫെസോസിൽ ഒരു ആരാധനാമൂർത്തി ഉണ്ടായിരുന്നു. അവരുടെ പേര് അർത്തമിസ് എന്നായിരുന്നു. ഇന്ത്യക്കാർ സരസ്വതി എന്ന് പൂജിക്കുന്ന ദേവതയുടെ ആ നാട്ടിലെ പേരാണ് അർത്തമിസ്. ഇതേ ദേവതയെ അഫ്രോഡിറ്റസ് എന്ന പേരിൽ മറ്റു ചില രാജ്യങ്ങൾ ആരാധിച്ചിരുന്നു. ഇനിയും ഇതേ ദേവതയെ മിനർവ എന്ന പേരിൽ ഗ്രീക്കുകാർ ആരാധിച്ചിരുന്നു. വിദ്യാഭ്യാസം, അറിവ്, ലൈംഗികത ഇവയുടെയൊക്കെ ദേവതയായി മിനർവയെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് പാരലൽ കോളേജുകൾക്കുമൊക്കെ മിനർവ എന്ന പേര് വന്നത്. ട്യൂട്ടോറിയൽക്കൊക്കെ മിനർവ, ഗോഡ് ഓഫ് എഡ്യൂക്കേഷൻ, അതാണ് മിനർവ. അപ്പോൾ ഈ മിനർവയുടെ അല്ലെങ്കിൽ അർത്തമിസിൻ്റെ അല്ലെങ്കിൽ അഫ്രോഡിറ്റസിൻ്റെ ഒരു ചരിത്രമുണ്ട്. ലൈംഗികതയുടെ ദേവതയാണ് പൊതുവെ ഈ അർത്തമിസ് അല്ലെങ്കിൽ അഫ്രോഡിറ്റസ്. അതല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്ന സ്ത്രൈണഭാവമുള്ള ഈ സ്ത്രീ അങ്ങനെയാണ്. ഇവരുടെ ഒരു പടുകുറ്റൻ ബിംബം ഈ എഫെസോസ് പട്ടണത്തിൽ ഉണ്ടായിരുന്നു. വലിയ പൊക്കമാണതിന്.
അതിന് പ്രത്യേകതയുണ്ട്. ആ ബിംബം ഒരു പൂർണ്ണ നഗ്നയായ സ്ത്രീയുടെ പ്രതിമയായിരുന്നു. വെണ്ണക്കൽ ശില്പമാണ്. വിദഗ്ധരായ ശില്പികൾ അനവധി വർഷങ്ങൾ കൊണ്ട് കൊത്തിയെടുത്ത ചാതുര്യമുള്ള ഒരു ശില്പം. കുറേയൊക്കെ രതിഭാവം നിഴലിക്കുന്ന തരത്തിലെ ശില്പങ്ങളാണത്. അപ്പോൾ ഈ ശില്പത്തിനൊരു പ്രത്യേകത, 1000 സ്തനങ്ങൾ ഈ ചിത്രത്തിനുണ്ടായിരുന്നു, ഈ ശില്പത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തീരുന്നില്ല. ഈ അർത്തമീസിന്റെ ദേവാലയത്തിലെ പൂജാവൃന്ദകൾ അല്ലെങ്കിൽ അവിടുത്തെ ആ തന്ത്രവിധിയൊക്കെ നടപ്പിലാക്കിയിരുന്ന ആളുകൾ സ്ത്രീകളായിരുന്നു. സ്ത്രീകൾ നടത്തുന്ന ക്ഷേത്രം അല്ലെങ്കിൽ സ്ത്രീകൾ അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ക്ഷേത്രം. എന്നാൽ അതിൻ്റെ പരോക്ഷ നിയന്ത്രണം പുരുഷന്മാർക്കായിരുന്നു. ഇന്നും ആൾദൈവ സ്ത്രീകൾ പല സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷേ ഇവരുടെ മീതെ പുരുഷന്മാരടങ്ങുന്ന ഒരു സമൂഹത്തിനാണ് കൺട്രോൾ. അതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവർക്കതിൽ കാര്യമായ റോളൊന്നുമില്ല. ഈ ദൈവത്തിൻ്റെ റോള് ഭംഗിയായിട്ട് അഭിനയിപ്പിച്ച് പണം ശേഖരിച്ചെടുത്ത് ഇതിൻ്റെ പിന്നിലുള്ള പരോക്ഷമായി നിൽക്കുന്ന ട്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ആ സംവിധാനത്തിലോ പുരുഷന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ തീറ്റിപ്പോറ്റുക എന്ന ജോലിയാണ് സ്ത്രീ ആൾദൈവങ്ങൾക്കുള്ളത്. തത്തുല്യമായ അളവിൽ ഇവിടെ വരുന്ന ഈ സ്ത്രീ പുരോഹിതകൾ അവർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇവിടേക്ക് ധാരാളം സ്ത്രീകളെ വേണമായിരുന്നു. അപ്പോൾ അന്ന് ഒരു നിയമമുണ്ടായി. എന്താ നിയമം എന്നറിയട്ടെ? ഏതൊരു കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെങ്കിലും മിനിമം ഈ ദേവാലയത്തിൽ അർപ്പണം ചെയ്യണം. അവളെ അർത്തമീസിന് നിവേദിക്കണം. അങ്ങനെ ധാരാളം കുഞ്ഞുങ്ങളെ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു. ചരിത്രകാരൻ പറയുന്നത് ഒരു ഘട്ടത്തിൽ 16,000 സ്ത്രീകൾ ഇത്തരത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അന്തേവാസികളായിട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം സ്ത്രീകളാണ്. പക്ഷെ ഒരു കാര്യം, ആരാധന നടത്താൻ പുരുഷന്മാർക്കും വരാം, സ്ത്രീകൾക്കും വരാം. ഇനിയാണ് അവിടുത്തെ ആരാധന. അത് തികച്ചും ആഭാസം നിറഞ്ഞ ചില കലാരൂപങ്ങൾ അതിനുള്ളിൽ പ്രദർശിപ്പിക്കുകയും സ്ത്രീകൾ അർത്ഥനഗ്നരോ നഗ്നരോ ഒക്കെ ആയി നിന്നുകൊണ്ട് ഒരുതരം നൃത്തം, നടനം ഇവയൊക്കെ നിർവഹിക്കുകയും വേണം. ഇതിൽ ഏതെങ്കിലും ഒരു പുരുഷന് ഒരു സ്ത്രീയോട് താല്പര്യം തോന്നിയാൽ അവൾക്കൊപ്പം നൃത്തം ചെയ്യാം, എന്നിട്ട് അവളോടൊപ്പം ശയിക്കാം. തൻ്റെ ലൈംഗിക ആഗ്രഹ പൂർത്തീകരണത്തിന് ഈ സ്ത്രീയോടൊപ്പം ശയിക്കുന്ന പുരുഷന് നിശ്ചിത തുക അവിടെ കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്പിരിച്വലായ അഡൾട്ടറി, അതായത് ആത്മീയതയുടെ പേരിൽ പറയുന്ന ഒരുതരം വ്യഭിചാരകർമ്മമാണ് നടക്കുന്നത്. ഇങ്ങനെ കുട്ടികളുണ്ടായാൽ ഈ കുട്ടികളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന പണിയിട്ട്, ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അകത്ത് വളർത്തും. അങ്ങനെ ഈ കുട്ടികൾ തെരുവിൽ കിടന്ന് വളരും. ഇവരെ ആളുകൾ പരിഹസിച്ച് വിളിക്കുന്നൊരു പേരാണ് അർത്തമീസിന്റെ മക്കൾ എന്നുള്ളത്. അർത്തമീസിന്റെ മക്കൾ എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അതിൻ്റെ അർത്ഥം അപ്പനാര് എന്നറിയാത്ത ആൾ എന്നേ ഉള്ളൂ. ഇങ്ങനെ മഹാത്മജി ഈ നാട്ടുകാരിൽ ചിലരൊരു പേര് വിളിച്ചു, നിങ്ങൾക്കറിയാം. മഹാത്മജിക്ക് പോലും താൻ വിളിച്ചു വിടുന്ന പേരിൻ്റെ അർത്ഥം അറിയാതെ അദ്ദേഹം അത് ആഘോഷിച്ചു, കേട്ടവരും ആഘോഷിച്ചു. അത് സന്ദർഭവശാൽ ഞാൻ വിട്ടുകളയും. അനിവാര്യമെങ്കിൽ ചർച്ചയ്ക്കെടുക്കാം. ഇവിടെ എന്താണ് ഇത്രയൊക്കെ പറഞ്ഞു വന്നത്? അർത്തമീസിന്റെ ക്ഷേത്രത്തിൽ നടമാടിക്കൊണ്ടിരുന്ന സ്ത്രീജന്യമായ അത്തരം നൃത്തങ്ങൾ, കലാരൂപങ്ങൾക്ക് ഇന്ത്യയിലും ഒരു വേർഷൻ ഉണ്ടായി. അതാണ് ദേവദാസികൾ എന്നറിയപ്പെടുന്നത്. ദേവദാസികൾ കേരളത്തിലും ഉണ്ടായിരുന്നു. നിങ്ങൾ ദേവദാസികളുടെ ചരിത്രം പഠിക്കുക. എന്തെങ്കിലും അതിൻ്റെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. തെളിവും വസ്തുതയും ഇല്ലാതെ ഞാനൊരു കാര്യം പറയാറില്ല. അതുകൊണ്ട് ഈ സംഘികൾക്കൊക്കെ ഉത്തരം ഇങ്ങോട്ട് തരാൻ വലിയ പ്രയാസമാണ്. കാരണം തെളിവ് നിരത്തിയാണ് പറയുന്നത്. കുറെ ചീത്തയൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്തിനാണ് ഞാൻ സംഘികളെ വലിച്ചിഴയ്ക്കുന്നൊരു തോന്നൽ വരും. ഈ സംഘികൾ എന്ന് പറഞ്ഞപ്പോൾ RSകാർ മാത്രം ധരിക്കണ്ട. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സംഘികളുടെ ഒരു മൂല്യം കിടപ്പുണ്ട്, അതിൻ്റെ ഒരു വാല്യൂ കിടപ്പുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. മുസ്ലിം ലീഗിൽ വരെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെയും ഈ തങ്ങൾമാർക്കാണ് പ്രാമുഖ്യമുള്ളത്. അതും ആ ശ്രേണി സംവിധാനത്തിന്റെ സവിശേഷതയാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരം ബ്രാഹ്മണിക്കലായ സംഘപരിവാർ മൂല്യങ്ങൾക്ക് മുക്തമാണ് എന്ന് കരുതാൻ വയ്യ. ഇനി പുതിയ ചെറുകിട പാർട്ടികളൊക്കെ ഉണ്ടായേക്കാം. 2020 ഒന്നും അങ്ങനെ ഇല്ലല്ലോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതൊന്നും ഒരു രാഷ്ട്രീയ
ചർച്ചയിൽ എടുക്കേണ്ട കക്ഷിയൊന്നുമല്ല കേജ്രിവാൾ ഒന്നും. പോട്ടെ. അപ്പോൾ എന്തിനാണ് ഇത്രയൊക്കെ പറഞ്ഞത്? ഇവിടെ സത്യഭാമ എന്നറിയപ്പെടുന്ന ഈ സ്ത്രീയെ, ആ മാന്യ വനിത, ഞാൻ അവരെ തിരിച്ച് ബോഡി ഷെയിം ചെയ്യുന്നതോ ആക്ഷേപിക്കുന്നതോ നന്നല്ല, അങ്ങനെ കരുതുന്നില്ല. അവരൊരു വനിതയാണ്, ഒരു പരിഗണനയും ബഹുമാനവും ഒക്കെ അർഹിക്കുന്നു. അത് സ്ത്രീ ആണ് എന്നുള്ളതുകൊണ്ടും മലയാളിയാണ് എന്നുള്ളതുകൊണ്ടും അവർക്ക് ഇനി മേക്കപ്പ് ഒക്കെ ഒഴിവാക്കി ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ അമ്മയുടെ പ്രായം ഒരുപക്ഷേ കണ്ടേക്കാം എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു മൂത്ത സഹോദരിയുടെ പ്രായം ഒരുപക്ഷേ കണ്ടേക്കാം. അതിന് ബഹുമാനിക്കണമല്ലോ. ഇനി അവർ പറഞ്ഞ കാര്യം എന്താണ്? ഒരു യൂട്യൂബ് ചാനലിൽ അവർ നൽകുന്ന ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിൽ ഈ RLV രാമകൃഷ്ണൻ എന്ന ആളിനെ പറ്റി ചർച്ച വരുന്നു. അയാൾ പ്രസിദ്ധനായ കലാഭവൻ മണിയുടെ ഇളയ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളും വസ്തുതകളും ഒക്കെ മനസ്സിലാക്കുന്നത് ഈ കലാഭവൻ മണി മരിക്കുമ്പോൾ ആ ചിതയ്ക്ക് തീ കൊളുത്തുന്ന രംഗമൊക്കെ അല്പം വേദനാജനകമായിട്ട് തോന്നി. അദ്ദേഹം പൊട്ടിക്കരയുന്നു, മണിയെപ്പറ്റി പറയുന്നു, മരണത്തിൽ ദുരൂഹതയുണ്ടെന്നൊക്കെ പറയുന്ന ആ സന്ദർഭം നമുക്കൊക്കെ ഒരു സിമ്പതി ആ കുടുംബത്തോടും ഒക്കെ തോന്നി. ആ മരണത്തിലെ ദുരൂഹതകൾ ഇനിയും പുറത്തു വരാതെ അദ്ദേഹം അതിന്റെ പിന്നിൽ നടക്കുന്ന ഒട്ടേറെ അധ്വാനങ്ങളെക്കുറിച്ചും അറിയാം. ഇനി അദ്ദേഹം RLV എന്നറിയപ്പെടുന്ന തൃപ്പൂണിത്തുറയിലെ പ്രസിദ്ധമായ ആ കലാ കേന്ദ്രത്തിൽ പോയി ദീർഘവർഷങ്ങൾ പഠിച്ച് മോഹിനിയാട്ടം എന്ന ഒരു കലാരൂപം അഭ്യസിക്കുന്നു. ഈ മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ചിന്തകൾക്ക് ഈ ദേവദാസി നൃത്തത്തോട് ആണ് അതിന് ഏറ്റവും അധികം താതാത്മ്യമുള്ളത്. ആ ചരിത്രം നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ പറയാം, അല്ലെങ്കിൽ അവിടെ വീഡിയോ നീണ്ടുപോകും. അത് അവതരിപ്പിക്കേണ്ടത് ഒരു സ്ത്രീയാണ് എന്നാണ് പറയുന്നത്. അത് പുരുഷൻ അവതരിപ്പിച്ചെടുക്കില്ല. നിങ്ങൾ അശ്ലീലം ചിന്തിക്കരുത്. ഞാൻ ഈ സത്യഭാമയുടെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ, പുരുഷൻ കാലകത്തി വെച്ചാൽ ഒരാകർഷണീയത തോന്നുകയാണെങ്കിൽ സത്യഭാമയപ്പോൾ ഉള്ള ഒരു കാലകത്തി വെച്ചാൽ അതിലെന്തോ അട്രാക്ഷൻ തോന്നുമെന്നും ഒക്കെ ആ ഇന്റർവ്യൂവിൽ അവർ സംസാരിക്കുന്നു. അവർ പറഞ്ഞ പദാട്ടോ. എനിക്കിതെപ്പറ്റി ആധികാരികമായിട്ട് പറയാനുള്ള അറിവൊന്നുമില്ല. അത് സത്യഭാമയ്ക്ക് അറിയും. അവർ എങ്ങനെയാണ് അത്രയും വളരെ കൃത്യതയോടുകൂടി നിരീക്ഷണം നടത്തിയത്. നർത്തകി ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ അറിവിന് നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ കലാരൂപങ്ങൾ കാലോചിതമായി മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ കൃത്യം ഇങ്ങനെ പറയുന്നു, അതേപോലെ തന്നെ ചെയ്താൽ ഈ മനോധർമ്മം എന്ന ആശയത്തിന് പ്രസക്തിയില്ല. ആ കലകൾ പലതരം കലകളുമായി സമ്മിശ്രണപ്പെട്ടാണ് അതിൽ പുതിയ ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ കല പണ്ട് മുതലേ ഒരേ രൂപത്തിലായിരുന്നെങ്കിൽ എങ്ങനെയാകും? അപ്പോൾ അത് പുരുഷന് കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ സ്ഥാപനം ഇത് നടത്തുന്നത്? ഈ സ്ഥാപനത്തിൽ ഇത്തരം ഒരു കോഴ്സ് ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ? കലയെ ഇത്രയധികം സ്നേഹിക്കുന്ന സത്യഭാമന്മാർ കേസിന് പോകണ്ടേ? അതുമല്ലെങ്കിൽ കലയെ ഇങ്ങനെ ആക്ഷേപിക്കരുത്, അത് പുരുഷജന്യമായൊരു കലയല്ല, പുരുഷന് പറ്റിയ നൃത്തവുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരണം. അതൊന്നും കണ്ടില്ല. ഈ RLV രാമകൃഷ്ണൻ ദീർഘവർഷം പഠിച്ച് ഗവേഷണം നടത്തി ഒരു പ്രൊഫസറുടെ കീഴിൽ ഗവേഷണം നടത്താനുള്ള പ്രയാസം എടുക്കണം. അതും രാമകൃഷ്ണനെ പോലെ ഒരാളുടെ പ്രബന്ധങ്ങൾ എത്ര തവണ കീറിക്കളഞ്ഞിട്ടുണ്ടാകുമെന്നും എന്തെല്ലാം പരിശോധനയിൽ കൂടി അയാൾ കടന്നുപോയിട്ടുണ്ടാകുമെന്നും ഒക്കെ ഗവേഷണം ചെയ്ത അറിവുള്ള മനുഷ്യർക്കറിയാം. എത്ര കണ്ടത് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാര്യമാണ്. തീർച്ചയായും ഗവേഷണം അങ്ങനെയൊക്കെ വേണം. ഇത്രയൊക്കെ പഠിച്ച ശേഷം അദ്ദേഹം തന്റെ നൃത്തരൂപത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. മുമ്പ് KPSC ലളിതയും വിവാദത്തിൽപ്പെട്ടത് നമ്മൾ ഓർക്കുന്നുണ്ട്. ഇനി ആരാണ് ഈ KPSC ലളിതമാരെ ഇങ്ങനെ തടയുന്നത്? കാരണം ഒട്ടേറെ വിലക്കുകൾ നിലനിൽക്കുന്ന ഒരു കാലത്ത് നാടകവും കലയും ഒക്കെ അന്യമായിരിക്കെ കേരളത്തിലെ പ്രമുഖമായ ഒരു തിയേറ്റേഴ്സിന് വേണ്ടി വന്ന് നാടകത്തിൽ അഭിനയിക്കുകയും അങ്ങനെ പ്രചാരം നേടുകയും ചെയ്ത വളരെ മലയാളികൾ ആദരിക്കുന്ന പ്രതിഭയുള്ളൊരു നടിയായി ഈ KPSC ലളിത വളർന്നു. ഒരുപക്ഷെ ഇത്തരം ചില ഇലിമിനാറ്റികൾ സത്യഭാമയെ പോലെയുള്ള ചില മഹിളാരത്നങ്ങളാകും ഇത്തരത്തിൽ കലയെക്കുറിച്ച് അറിവുള്ള അല്ലെങ്കിൽ മനുഷ്യോന്മുഖമായ ജീവിതത്തെക്കുറിച്ച് അറിവുള്ള KPSC ലളിതമാരെയും കൺട്രോൾ ചെയ്തിട്ടുണ്ടാവുക. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവർ തന്നെ ഏതാണ്ടൊരു തെറ്റ് ചെയ്തു എന്ന അർത്ഥത്തിലല്ല. ഇത് പൊതുവായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിന്റെ കൂടി പ്രതിഫലനമാണ്. കാരണം കലകളിൽ ചിലത് വരേണ്യവർഗ കലയാണ്. ആ കലകൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഹൃദയസ്പർശിയായ ജീവിതാനുഭവത്തിൽ നല്ല അതിന്റെ രൂപപ്പെടൽ, മറിച്ച്
ഈ നാലുകെട്ടിൻ്റെ പരിസരത്തിരുന്നുകൊണ്ട് അതിൻ്റെ തിണ്ണക്കിരുന്നുകൊണ്ട് വെറ്റമുറുക്കാൻ തിന്നും, പട്ടച്ചാരായം കുടിച്ചും കള്ളു കുടിച്ചും ഇങ്ങനെ ആ ജീവിതം ആസ്വദിക്കുന്ന മനുഷ്യർ നിരപരാധികളായ കുറേ സ്ത്രീകളെ കൊണ്ടുവന്ന് തൊട്ടു മുമ്പിൽ നൃത്തം നടത്താനും പാട്ടുപാടാനും ഒക്കെ കൊണ്ടുവരും. അവർ നമ്മൾ സംവാദങ്ങളിൽ പറഞ്ഞല്ലോ, പലരെയും വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളാണ്, എവിടെ നിന്നൊക്കെയോ അപഹരിച്ചു കൊണ്ടുവന്ന സ്ത്രീകളാണ്. ഒരു കാര്യം പറഞ്ഞിട്ട്, ചരിത്രത്തിൽ ഇന്നോളം ഈ വിവേചനവും അടിമത്തവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത 3 കാര്യങ്ങൾക്ക് ഇതൊന്നും ഉണ്ടായിട്ടില്ല. 1 സ്ത്രീയാണ്, 2 പണമാണ്. അപ്പോൾ സ്ത്രീക്ക് വിവേചനം ഉണ്ടായില്ല, ഈ പണത്തിന് വിവേചനം ഉണ്ടായില്ല. പിന്നെ എന്തിനാണ് ഈ സർവീസ് ഉണ്ടല്ലോ, മനുഷ്യൻ ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഈ നെല്ല് ഭക്ഷണം, ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ തൊഴിലിനോട്, ആ തൊഴിൽ അവൻ ചെയ്തു, ആ ഭക്ഷണം എനിക്ക് വേണ്ട എന്നുള്ളൊരു വിവേചനം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഗോതമ്പ് ഉണ്ടാക്കിയ ആള്, അത് കൃഷി ചെയ്ത ആള് ഒരു കറുത്തവനാണ്, ദളിതനാണ് എന്ന കാരണത്താൽ ആ ഭക്ഷണം ആരും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അക്കാരണത്താൽ അത് പാകപ്പെടുത്തുന്നതിലൊക്കെ പ്രശ്നം ഉണ്ടാകാം, പക്ഷെ ഇന്നാര് കൃഷി ചെയ്തത് എനിക്ക് വേണ്ട, അയാളുടെ വിയർപ്പ് വീണ ആ ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടി വരുമായിരുന്നില്ല. ഇത് അയ്യങ്കാളി തെളിയിച്ചു കൊടുത്തൊരു കാര്യമാണ്. സ്കൂൾ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥ എതിരായപ്പോൾ അയ്യങ്കാളി ചെയ്തത്, സ്കൂളിലെൻ്റെ മക്കളെ കയറ്റുന്നില്ലെങ്കിൽ ഈ പാടത്തും പറമ്പിലുമൊക്കെ ഞങ്ങൾ മുട്ടിപ്പുല്ല് കുരിപ്പിക്കും, ഇവിടെ കൃഷി ഉണ്ടാവില്ല. അങ്ങനെ ചരിത്രം ശ്രദ്ധിച്ച ഏറ്റവും വലിയ ഒരു സമരം, അത് കാർഷിക സമരം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിൽ വിദ്യാഭ്യാസ സമരമാണ് ചെയ്തത്. അത് ഈ മാർക്സിസ്റ്റുകളൊക്കെ ചരിത്രം വ്യാഖ്യാനിച്ച് അത് കാർഷിക സമരമാക്കുന്നുണ്ട്. മഹാനായ EMS തൻ്റെ ചരിത്രത്തിലൊക്കെ പരാമർശിക്കാതെ പോയ ഒരു സാമൂഹ്യ നവോത്ഥാന ചിന്തകനാണ് സത്യത്തിൽ അയ്യങ്കാളി. അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ അവർ കണ്ടുപിടിക്കട്ടെ, ഇപ്പം അതല്ല പ്രശ്നം. അപ്പോൾ ഏറ്റവും ലോകം കണ്ട ഏറ്റവും നിന്നു നിൽക്കുന്ന കാലത്തെ വിദ്യാഭ്യാസ സമരം നടത്തിയ ആളാണ് അയ്യങ്കാളി. കാർഷിക സമരമല്ല, അത് വിദ്യാഭ്യാസ സമരമാണ്. അതായത് കൃഷിയുടെ കാര്യത്തിലല്ലല്ലോ, അതിനൊരു സ്ട്രൈക്ക് കൊടുത്തു, മുട്ടിപ്പുല്ല് കുരിപ്പിക്കും, അത് യാഥാർത്ഥ്യമാക്കിയപ്പോൾ സ്ഥിതി മാറി. അപ്പോൾ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ കൈത്തുണ്ടായിട്ടില്ല. 1 സ്ത്രീക്ക്, 2 ഈ പറയുന്ന ഏതെങ്കിലും സർവീസ്, കാർഷിക വൃത്തി അടക്കമുള്ള ജോലിക്ക്, 3 പണത്തിനാണ്. ഈ പണം ആരുടെ കൈ തൊട്ടോ എന്ത് തൊട്ടോ അത് വാങ്ങാൻ, ദക്ഷിണയായി വാങ്ങാനൊന്നും ഈ നമ്പൂതിരിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല, ആഢ്യന്മാർക്ക് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ഇവിടെ ഇപ്പോൾ സത്യഭാമ പറയുന്നത്, പുരുഷനായിരിക്കെ ഈ മനുഷ്യൻ നൃത്തം ചെയ്യാൻ പാടില്ല. അപ്പോൾ പുരുഷവിരുദ്ധമായൊരു കലയാണ് മോഹിനിയാട്ടം എന്നൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കല അവതരിപ്പിക്കുമ്പോൾ ആളിനുണ്ടാകേണ്ട സൗന്ദര്യം ഇദ്ദേഹത്തിന് കുറവാണെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ സൃഷ്ടിച്ച ആളുകൾ പോലും ധരിക്കും, അയ്യോ എന്തു പറ്റി എന്ന് ധരിക്കുമെന്ന് മാത്രമല്ല, ഈശ്വരന് പോലും അതേക്കുറിച്ച് വേദന വരുമെന്നൊക്കെയുള്ള നിലയിൽ വളരെ മോശമായ ചില പരാമർശങ്ങൾ അവർക്കിടയിൽ നിന്നുണ്ടായി. ഇതും ഒരു പ്രശ്നമാണ്. ആ സ്ത്രീയുടെ പ്രശ്നമല്ലത്, അവർ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ എങ്ങനെ കാണുന്നുള്ളൂ. അല്ലാതെ സത്യഭാമ എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഒരു സുപ്രഭാതത്തിലുണ്ടായൊരു തോന്നലല്ലത്, അവരിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്. എന്താണ് ആ പ്രത്യയശാസ്ത്രം? പറയാം. അവർ വായിച്ചതും പഠിച്ചതും ഒക്കെ ഈ ഗ്രന്ഥങ്ങളിലൊന്നും ഈ RLV രാമകൃഷ്ണൻ സൃഷ്ടിക്കപ്പെട്ടതിനെപ്പറ്റി ഒരു ചരിത്രമില്ല. അവിടെ ആകപ്പാടെ ഉള്ളത് 4 തരം മനുഷ്യരുടെ സൃഷ്ടിയെപ്പറ്റിയാണ്. ചാതുർവർണ്ണയത്തിൽപ്പെട്ട 4 തരം മനുഷ്യരുടെ സൃഷ്ടി, അത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ചാതുർവർണ്ണയപ്രകാരം വിരാട് പുരുഷന്റെ ശിരസ്, ചെസ്റ്റ്, അര, കാല്, ഇവിടെ നോക്കിയാണ് സൃഷ്ടി നടന്നിട്ടുള്ളത്. അവിടെ 4 കൂട്ടർ സൃഷ്ടിയുള്ളൂ. 1 ബ്രാഹ്മൺസ്, 2 പൊളിറ്റീഷ്യന്മാർ അല്ലെങ്കിൽ രാജ്യതന്ത്രജ്ഞന്മാരായ ആളുകൾ, ക്ഷത്രിയർ, 3 ബിസിനസ് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, 4 ഇവരുടെ സേവകരായ ശൂദ്രന്മാർ. അവർ അംഗരക്ഷകപ്പടയായി വാളെന്തിക്കൊണ്ടോ മറ്റായുധം എന്തിക്കൊണ്ടോ ഇവരെ ശുശ്രൂഷിക്കുന്ന ആളുകൾ. ഇതിന് പുറത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. 1932 ഒരു സെപ്റ്റംബർ മാസം 24-ാം തീയതി പൂന പാക്ട് എന്നറിയപ്പെടുന്ന ഒരു വിഡിത്തം മഹാത്മജി തൊടുത്തുവിടുന്നത് വരെ
ഈ മനുഷ്യരാരും ഹിന്ദുക്കളായിരുന്നില്ല. എത്രയോ തവണ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏതൊരു ഹിന്ദുമത ഗ്രന്ഥത്തിൽ ആധികാരികമായ വേദങ്ങളൊക്കെ എടുക്കുക, അവിടെ എങ്ങും ഈ RLV രാമകൃഷ്ണന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള മനുഷ്യരുടെ സൃഷ്ടിയെപ്പറ്റി പറയുന്നതിൽ ഈ ബ്രഹ്മാവിനെന്തോ ഒരു അലസത തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ വിരാട് പുരുഷനൊന്നും ഇതിന് കഴിഞ്ഞിട്ടില്ല, ബ്രഹ്മത്തിനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു വിഷയം വരും. ഈ മോഹിനി സങ്കല്പത്തെപ്പറ്റി ഞാൻ 2 കാര്യം കേട്ടു. ഒന്ന്, ഈ ദേവദാസിയുടെ ആ പശ്ചാത്തലം. 2, ഈ ശിവ വിഷ്ണു ബന്ധത്തെപ്പറ്റി. ശിവ എന്നറിയപ്പെടുന്ന ഒരു ദേവൻ, ആ ദേവനും വിഷ്ണു എന്നറിയപ്പെടുന്ന മറ്റൊരു ദേവനും. അതിൽ ഈ വിഷ്ണു ഒരു ഘട്ടത്തിൽ ദേവന്മാരുടെ പക്കലിരിക്കും. ദേവന്മാരുടെ പക്കൽ നിന്ന് ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് കടഞ്ഞുകൊണ്ടുവന്ന ഈ അമൃതം അത് അസുരന്മാരുടെ കയ്യിലായി. അപ്പോൾ ഒന്നിച്ച് കടഞ്ഞെടുത്ത ഈ അമൃത് ഇവർ ഭക്ഷിച്ചാലൊരു അപകടമുണ്ട്. എന്നും ഇവരുടെ ഈ യൗവനം നിലനിൽക്കും. യൗവനം നിലനിൽക്കാനുള്ള ആ അമൃത് ഉണ്ടല്ലോ, ഇവർക്ക് കിട്ടിയാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അസുരന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി ത്യാഗിയായ വിഷ്ണു ഒരു പണി. അദ്ദേഹം ഒരു മോഹിനിയുടെ രൂപത്തിൽ അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ, മോഹിപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിൽ അദ്ദേഹം വന്ന് ഇത് അപഹരിച്ചു കൊണ്ടുപോയി. അപഹരിച്ചു കൊണ്ടുപോയ രീതി രസമാണ്. ഇവരുടെ ഈ ഭക്ഷ്യശാലയിലേക്ക് അസുരന്മാരെല്ലാം ഇരിക്കുക ചെയ്തൊരു സുന്ദരിയായ സ്ത്രീ വരുന്നു. അവരുടെ സൗന്ദര്യം കണ്ട് ഓരോ അസുരനും നിയന്ത്രണം വിട്ടു. അപ്പോൾ അങ്ങനെ അനിയന്ത്രിതമായ വൈകാരിക തീഷ്ണതയ്ക്കുള്ളിൽ അവൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് നിങ്ങൾ എല്ലാവരെയും കൂടെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഒരാളെ കല്യാണം കഴിക്കാം, നിങ്ങൾ കണ്ണടച്ചിരിക്കണം. ആ കണ്ണടച്ചിരിക്കുന്ന വേളയിൽ ഏറ്റവും ഒടുവിൽ കണ്ണു തുറക്കുന്ന ആളുകളെ, ആ ആളിനെ ഞാൻ കല്യാണം കഴിക്കും. പറഞ്ഞു തീർന്നതും ആളുകൾ കണ്ണടച്ചു എന്ന് മാത്രമല്ല, എത്ര ശ്രമിച്ചിട്ടും കണ്ണ് തുറക്കുന്നില്ല. ചിലർ ആ ഇരിപ്പ് വർഷങ്ങളായിട്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. ഇവനെയൊന്നും കാണാൻ ചിലരെ കണ്ണ് തുറക്കത്തില്ല. ഇത്തരം ഘോഷ് കെട്ട് കണ്ണടയ്ക്കുന്നവരാ ബാക്കി ആളുകളൊന്നും സത്യഭാമമാരെ തെറ്റിദ്ധരിക്കില്ലേ? അതൊക്കെ പണ്ടായിരുന്ന കാലം, മനസ്സിലായില്ലേ? ഇന്നങ്ങനെ കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ ചെകിടത്തടിക്കുന്ന, അത്തരത്തിൽ വത്സിച്ചു വിടുന്ന തരത്തിലെ ബോധം മനുഷ്യനുണ്ടായിട്ടുണ്ട്. അത്തരം തിട്ടൂരങ്ങളൊന്നും വേണ്ട. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഇവരെല്ലാം കണ്ണടച്ചിടും. ഈ കണ്ണടച്ചിരിക്കുന്ന വേളയിൽ ഈ സ്ത്രീയെ ഇതും കൊണ്ട് സ്വർഗത്തിൽ ചെന്നു. ദേവന്മാരോട് പറഞ്ഞു, ഞാൻ വേണ്ട പണിയെടുത്തിട്ടുണ്ട്, ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ ദേവന്മാരൊന്നും നേരായ വിധത്തിലൂടെ നേടിയിട്ടില്ല, ഈ വളഞ്ഞ വഴിക്കാണ് സകലത്. രാമൻ പോലും നേരിട്ടൊരു കുരങ്ങനോട് ഏറ്റുമുട്ടാൻ അശക്തനായിരുന്നു. രാമൻ എങ്ങനെ യുദ്ധം ചെയ്യുന്നേ? രാമൻ ഭാര്യയെ കൊല്ലുന്നങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി സുഗ്രീവനും ഭാര്യയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആളുടെ തിരിച്ചറിയാൻ സുഗ്രീവൻ ഒരു പൂമാലയിട്ടു. എന്നിട്ട് ഈ ഒളിയം പെയ്ത് കൊന്നില്ലെന്ന്. നേരിട്ട് ഏറ്റുമുട്ടാനുള്ള വില്ലാളി വീരത്വമൊന്നും അദ്ദേഹത്തിനില്ല. അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഇന്നും ഈ രാമന്റെ പേര് നിർബന്ധിച്ച് വിളിപ്പിച്ചെങ്കിലേ ആളുകൾ വിളിക്കുകയുള്ളൂ, അല്ല സ്വമനസോടെ വിളിക്കുന്നൊരു ചുരുക്കമാണ്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഇദ്ദേഹത്തിന്റെ മഹത്വം കേട്ടറിഞ്ഞൊന്ന് വിളിക്കണമെന്ന് തോന്നിയാൽ ഇത്തരത്തിലെ കുറെ കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങളൊന്നും വിളിക്കാറില്ല, വിളിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. ചിലവായാലും ഇതൊന്നും വിളിക്കാൻ പദ്ധതിയില്ല. കാരണം രാമൻ ആരാണെന്ന് എനിക്കറിയാം. അപ്പൊ ഇതേപോലെ അപകരിച്ചുകൊണ്ട് പോയ ഈ അമൃത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതെങ്ങനെ കിട്ടിയെന്ന് ഒന്നറിയണം. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, അതൊന്നും പറയില്ല, അതൊക്കെ നമ്മുടെ ട്രേഡ് സീക്രട്ടാന്നൊക്കെ പറയുന്ന പോലെ പുറത്തു വിടത്തില്ല. ഒടുവിൽ നിർബന്ധിച്ച് ശിവനല്ല, അന്നേരം കോപിഷനായിപ്പോയ കളി മാറും. അദ്ദേഹം തീർക്കണ്ണാണ്, അത് തുറന്നു കഴിഞ്ഞാൽ കളി മാറും. ലോകമെല്ലാം ഭസ്മീകരിച്ചു. അപ്പോൾ ഈ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവസാനം സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യിച്ച് അവത്തൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ വിഷ്ണു ഒരിക്കൽ കൂടി ഈ മോഹിനി രൂപം ഒന്ന് കാട്ടിക്കൊടുത്തു. ആ പെണ്ണായി പറഞ്ഞെല്ലാം ശിവൻ മറന്നുപോയിട്ട് ഈ പെണ്ണെന്നൊക്കെ പറയാമോ? അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇവർക്ക് പറയാം, ഈ ശാസ്ത്രമൊക്കെ ഒത്തിരി വേദത്തിലുണ്ടെന്നവർക്ക് പറയാം, ലോകത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ശസ്ത്രക്രിയ ആയിരുന്നെന്നോ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം. കാരണം ഇവരൊരു വിദ്വാൻ പറയുന്നുണ്ട്, പരിണാമ സിദ്ധാന്തത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്നത് ഭാരതീയ അവതാരമാണെന്നും വെള്ളത്തിൽ ആരംഭിച്ചെന്നും
പിന്നെ അന്തരീക്ഷ മർദ്ദം അളക്കാൻ പന്നി വളരെ നല്ലൊരു മൃഗമാണെന്നൊക്കെ പറഞ്ഞൊരു RS നേതാവിന്റെ പ്രസംഗം ഞാൻ കേട്ടു. ഒക്കെ പോട്ടെ. അപ്പോൾ ഇവരിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടി ഉപേക്ഷിക്കപ്പെട്ടെന്നും ഭാര്യയുടെ സൂതൻ എന്ന സങ്കല്പം അങ്ങനെയാണെന്നും ഒക്കെയാണ് ഒരു കഥ. ഏതായാലും ഈ മോഹിനിക്കൊരു സ്ത്രൈണഭാവമാണ് എന്ന് സത്യഭാമ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. ഇവിടെ പ്രശ്നം അതല്ല. ഇതിലടുത്ത ചോദ്യം, ഇത് കേവലം ഒരു സ്ത്രീയായ പോലെ ആ സ്ത്രീക്ക് നിറമുണ്ടാകണം, വെള്ള വേണം. സത്യഭാമ നിർദ്ദേശിക്കുന്ന വിധത്തിൽ കാലുകൾ വിശാലമാക്കാനുള്ള ഒരു ഉദാര മനസ്ഥിതി കൂടി ആ സ്ത്രീക്ക് വേണം. അതുകൊണ്ട് ഈ മോഹിനിയാട്ടമൊക്കെ കളിച്ച് പരാജയപ്പെട്ട, യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പരാജയപ്പെട്ട ആളുകളുണ്ടെങ്കിൽ എങ്ങനെ കാല് വിശാലമാക്കാമെന്ന് നമ്മുടെ സത്യഭാമ ടീച്ചറിൻ്റെ അടുത്ത് പോയി പഠിച്ച് നിങ്ങളുടെ പ്രൈസ് നഷ്ടപ്പെടുത്തരുത്. പിന്നെ അങ്ങനെ പോയി ഭാവി കളയരുത്. അത് വേറൊരു കാര്യം. ഈ പദപ്രയോഗത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അശ്ലീലം ഉണ്ടെങ്കിൽ ഞാനല്ല ഉത്തരവാദി, അത് ടീച്ചർ തന്നെയാണ്. ടീച്ചർ എന്നാണ് അവരെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് എങ്ങനെ വിളിക്കാനും ബുദ്ധിമുട്ടില്ല. ഏതായാലും ടീച്ചറുടെ വാക്കാണ്. ടീച്ചർ തന്നെ പറഞ്ഞാണ് ഈ RLV രാമകൃഷ്ണൻ കാല് വിശാലമാക്കിയാൽ സത്യഭാമ ടീച്ചർ വിശാലമാക്കുന്ന പോലെ വിശാലമാവില്ല. അപ്പം അതുകൊണ്ട് ഈ വളരെ മോഹിനിയാട്ടത്തിന്റെ ആ വ്യാവസായിക താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് എങ്ങനെ കാല് വിശാലമാക്കാം എന്ന് ആളുകൾ പഠിക്കേണ്ടതുണ്ട്. പുരുഷന്മാർക്ക് ഈ നൃത്തം ചെയ്യാനുള്ള അപാകത. ചുരുക്കി പറഞ്ഞാൽ ഈ നൃത്തം അതിന്റെ സാധ്യതകൾ ഒരു പുരുഷന് നിഷിദ്ധമാണ്, എല്ലാ പുരുഷന്മാർക്കും നിഷിദ്ധമാണ്. 2, സ്ത്രീകളിൽ എല്ലാവർക്കും ഇല്ല. സത്യഭാമ ടീച്ചറെ പോലെ സുന്ദരിയായിട്ടുള്ള, സുശീലയായിട്ടുള്ള, മുഖത്ത് ആ ഭാവമൊക്കെ വരുത്താൻ കഴിയുന്ന, മുഖത്ത് ഭാവം വരുത്തുക മാത്രമല്ല ഉടലൊന്നാകെ അതിനനുരൂപമായ വിധത്തിൽ പ്രതികരിക്കുകയും മെയ്വഴക്കം അതിന് പറ്റുന്ന വിധത്തിൽ ഒക്കെ സ്വീകരിക്കുകയും ചെയ്യുന്ന നല്ല കുലസ്ത്രീകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പണിയാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, വരും തലമുറ ഈ പേട്ടു തത്വശാസ്ത്രങ്ങളുടെ പുറകെ പോകാതെ വല്ല കമ്പ്യൂട്ടറൊക്കെ പഠിക്കുക. അതിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഭാവിയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട നല്ല നല്ല കലകളുണ്ട്. ആ കലകൾ മനുഷ്യന്റെ സന്തോഷത്തിനും അവന്റെ ഉന്മാദത്തിനും ഉന്മേഷത്തിനും ഒക്കെ വേണ്ടി പഠിക്കുക. ഇത്തരം വരേണ്യബോധം നിലനിൽക്കുന്ന കഥകളുടെ പിന്നാമ്പുറങ്ങളിലൂടെ നമ്മൾ ചരിച്ചാൽ അത് ചെന്നെത്തുന്നത് തികഞ്ഞ അശ്ലീലത്തിലായിരിക്കും. ആ അശ്ലീലത്തിൽ എത്ര ഒളിപ്പിച്ചു വെച്ചാലും നിങ്ങൾക്കത് മൂടി വെക്കാനായിട്ട് സാധിക്കുകയില്ല. പണ്ട് ആഢ്യന്മാരായ ആളുകൾ അവരുടെ പടിപ്പുരയിലും നാലുകെട്ടിലുമൊക്കെ ഇരുന്നുകൊണ്ട് പാവം സ്ത്രീകളെ അവിടെ കൊണ്ടുവന്നിരുത്തി അവരുടെ നഗ്നമേനിയുടെ അഴകാസ്വദിച്ച് വെളുക്കുവോളം സൊറ പറഞ്ഞിരുന്ന് ചാരായം കുടിച്ച് കള്ളും കുടിച്ച് അവിടെ ഇരുന്ന് ഒഫീഷ്യലി നടത്തി വന്നിരുന്ന ഇത്തരം ദുർമാർഗങ്ങളുടെ ചരിത്രമാണ് ഇത്തരത്തിലെ പല കലകൾക്കുമുള്ളത്. അതുകൊണ്ട് കലയോടുള്ള വൈരുദ്ധ്യമൊന്നുമല്ല. ആ കലകൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടതുകൊണ്ടും അത് ഒട്ടേറെ പരിണാമങ്ങൾക്ക് വിധേയമായതുകൊണ്ടുമാണ് ഇന്ന് സമൂഹം അത് ഏറ്റെടുത്തത്. ആ കലയുടെ അശ്ലീല തലം മറന്ന് ആസ്വാദനക്ഷമമായ ഒന്ന് ആ കലയ്ക്കുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് ആർക്കും കടന്നു വരാൻ കഴിയുന്ന ഒരു സിസ്റ്റം, ഒരു സംവിധാനം, ഒരു വ്യവസ്ഥിതി രൂപപ്പെട്ടപ്പോൾ ആ വ്യവസ്ഥിതിയെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം ഇതൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിപ്പോകുന്നു എന്ന ഒരു നഷ്ടബോധം ഇത്തരം സത്യഭാമന്മാർക്കുണ്ടാകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രസക്തമായിരിക്കുന്നത് ആ ഒരു കാര്യമാണ്. ഇനി ഒന്നുകൂടി, അവരെ 2ാം ഘട്ടം ഈ സ്ത്രീയെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നുണ്ട്. മാധ്യമപ്രവർത്തക ചോദ്യത്തിന് എത്ര ധിക്കാരപരമായിട്ടാണ് അവർ മറുപടി പറയുന്നത്. മാന്യമായൊരു ഭാഷയിൽ സംസാരിക്കാൻ പോലും അവർക്കറിയില്ല. എടോ പോടോ എന്നൊക്കെയാണ് വിളിക്കുന്നത്. മാറി നിൽക്കടോ, ഒന്നേടോ. ഇവരാരാണ്? ആര് കൊടുത്തു ഇവർക്ക് അധികാരം? നമ്മൾ ഘട്ടത്തിലെ ഏറ്റവും നീചമായ ഭാഷ സംസാരിക്കുന്ന പോലീസുകാരാണ്. അവർ പോലും മാറിയിരിക്കുന്നു. അവർ പോലും മാധ്യമപ്രവർത്തകരോട് ഈ രൂപത്തിലൊന്നും സംസാരിക്കില്ല. ഒരു പൊതുസമൂഹത്തോട് സംസാരിക്കാനുള്ള സാമാന്യ മര്യാദയാണ് ഇത്തരം കക്ഷികൾക്ക് വേണ്ടത്. കലാമണ്ഡലം എന്ന പേര് ആദരനായ വള്ളത്തോളും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ. അദ്ദേഹം എങ്ങനെയാണ് സമൂഹത്തെ വ്യാഖ്യാനിച്ചതെന്നും അദ്ദേഹം നിലവിലിരുന്ന വ്യവസ്ഥിതികളെ വെല്ലുവിളിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട പല കൃതികളെയും, രാമായണം അടക്കമുള്ള കൃതികളെയും മലയാളവൽക്കരിച്ചതെന്നും ഒക്കെ നമുക്കറിയാം. അതിന്റെ ശിക്ഷയായി അദ്ദേഹത്തിന് ബദിരവിലാപം എന്ന കൃതി എഴുതേണ്ടി വന്നതും ബദിരനായിത്തീർന്നതുമൊക്കെ പറയുന്ന വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വള്ളത്തോൾ അടങ്ങിയിരുന്നില്ല എന്നും തന്റെ പരിഭാഷയിലൂടെ ആ ബദിരത നിലനിർത്തിക്കൊണ്ട് സാമൂഹ്യമായ വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ച ഒരു സാഹിത്യ നായകന്റെ പേരിനാൽ ഏറെ ശ്രദ്ധേയമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഇത്തരം ആളുകൾക്ക് അഴിഞ്ഞാടാൻ അവസരം കൊടുക്കരുത്. ഇവർക്കൊക്കെ ഉള്ള സ്ഥാനം കലാമണ്ഡലമല്ല, മറിച്ച്
പണ്ട് ഈ എഫസോസിൽ നടമാടിക്കൊണ്ടിരുന്ന അത്തരം നീചകൃത്യങ്ങളുടെ ഇടമാണ്. അത്തരം സ്ഥലങ്ങളിലേക്ക് അതിന്റെ യാഥാർത്ഥ്യബോധത്തോടെ പോകാനാണ് ഇവരെ അനുവദിക്കേണ്ടത്. എന്റെ കാരണമില്ലേ, ഈ കല എല്ലാവർക്കും അല്ല, ചിലർക്കേ പറ്റുമെങ്കിൽ അതിന്റെ വേരുകൾ കിടക്കുന്ന ഇവിടെയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലെ ചരിത്രത്തിലാണ്. അതുകൊണ്ട് ആ ചരിത്രത്തിൽ ഇന്നും അഭിനമിക്കാൻ ഇഷ്ടപ്പെടുന്ന സത്യഭാമമാരോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. എന്നാൽ ഒന്നുകൂടി അവസാനമായി പറയാനുള്ളത്, എനിക്ക് ഇതിൽ ജാതിയുടെയോ മതത്തിന്റെയോ മാത്രം നിറം കലർത്തി സംസാരിക്കാൻ ഇഷ്ടമില്ല. അതിനെ വൈകാരികമായോ ഒന്നും എടുക്കാൻ താല്പര്യമില്ല. എൻ്റെ ഒരു വീഡിയോയിലും വികാരത്തിനടിമപ്പെടുന്ന ഒരു ഭാഷയിൽ ഞാൻ പ്രതികരിക്കാറുമില്ല, സംസാരിക്കാറുമില്ല. മറിച്ച് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട സുപ്രധാനമായ പാഠം ഇക്കാര്യത്തിൽ സത്യഭാമ എന്ന് പറയുന്ന ആ സ്ത്രീയെ അവരുടെ പെട്ടെന്നുണ്ടായ ഒരു വികാര വിക്ഷോഭത്തിന്റെ ഭാഗമായി പറഞ്ഞതാണെന്ന് കരുതുന്നില്ല. അവരുടെ മാത്രം പ്രശ്നമായി ഇതിനെ കാണുന്നില്ല. മറിച്ച് ഇത് ചിലരെ ഉള്ളിലെ ഒരുതരം നഷ്ടബോധം, ചിലരെ ഉള്ളിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ആ പഴയ പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധി, ആ പ്രത്യയശാസ്ത്രങ്ങൾ നമ്മുടെ രാജ്യത്ത് മാനവികതയെ ഉന്മൂലനം ചെയ്യുന്നതാണ്, മനുഷ്യത്വത്തിന് വിരുദ്ധമാണ്. അങ്ങനെയുള്ള തെറ്റായ മൂല്യങ്ങളോട് നമ്മൾ വിട പറഞ്ഞുകൊണ്ട് മനുഷ്യൻ എന്ന നിലവാരത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കണം. കലകൾ മനുഷ്യന് വേണ്ടിയുള്ളതാണെന്നും കലകൾക്ക് അതിരുകളില്ലെന്നും വർണ്ണത്തിനും വർഗത്തിനും ജാതിക്കും നിറത്തിനും ഭാഷയ്ക്കുമൊക്കെ അപ്പുറത്താണ് അതെന്നും ചിന്തിക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് ഈ കലാമണ്ഡലത്തിൽ സായിപ്പ് പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ചേർക്കുന്നത്? സായിപ്പിനോട് ഡോളർ വാങ്ങിക്കൊണ്ട് എല്ലാ കലാരൂപങ്ങളും പഠിക്കുമ്പോൾ ഇത്തരം നിർബന്ധങ്ങളൊന്നും നിങ്ങളെന്താ വെക്കാത്തത്? അപ്പൊ സായിപ്പിനെ കാണുമ്പോൾ ഈ കവാത്ത് മറക്കുന്ന മാനസികാവസ്ഥ നിങ്ങൾക്ക് മാത്രമല്ല, പല സനാതന സംഘികൾക്കും പണ്ടേ ഇതുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് അവർ പറയുക സായിപ്പിനെതിരെ പറയുക. സായിപ്പിന്റെ മുമ്പിൽ തലകുനിച്ച് വീരവണക്കം നടത്തി നിന്ന് നടുവ് കുമ്പിട്ട് പോയ ആളുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അവസരവാദപരമായി ചിന്തിക്കുന്നതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് സത്യഭാമയോട് നമുക്കുള്ളത് സഹതാപമാണ്. അവർക്കൊരു മറുപടി എന്ന് പറഞ്ഞാലും അവരെ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി പറഞ്ഞ ചില കാര്യങ്ങൾ വിമർശനാത്മകമായി തോന്നുമെങ്കിൽ അത് അവർ പറഞ്ഞ പദങ്ങളാണ്. ആ പദങ്ങൾക്ക് ഞാനല്ല അതിനെ അഡ്മിറ്റ് ചെയ്ത് അതിന്റെ ഏതെങ്കിലും തരത്തിൽ ആ പദത്തെ ഹോൾഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. അവർ പറഞ്ഞ പദമാണ്. എത്ര മ്ലേച്ഛമായിട്ടാണ് അവർ ഈ വിഷയത്തെ കണ്ടത്. ഒരു സൃഷ്ടാവ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അതേക്കുറിച്ച് ഓർത്ത് മാതാപിതാക്കൾ ദുഃഖിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന് ഉത്തരം പറയുക? ഞാൻ പറഞ്ഞല്ലോ, ഈ വിരാട് പുരുഷന്റെ പലയിടങ്ങളിൽ നിന്നായിട്ട് 4 തരം മനുഷ്യരെ സൃഷ്ടിക്കാനേ കഴിഞ്ഞുള്ളൂ. ബാക്കി മനുഷ്യരെ അത് സൃഷ്ടിക്കുന്ന കാര്യം ഈ വിരാട് പുരുഷനും ബ്രഹ്മാവും ഒന്നും ഓർത്തിട്ടേ ഇല്ല. എന്തോ ഒരു മറവിയാന്നാലേക്ക് ഓടാനോടി മനുഷ്യരുള്ള ഈ ലോകത്ത് 4 തരം ആളുകളെ സൃഷ്ടിച്ചിട്ട് പുള്ളിയുടെ പണി നോക്കിപ്പോയി. മനസ്സിലായില്ലേ? നിങ്ങളങ്ങനെ ആയിക്കോ. ഇതിനാണ് ആദരണനായ പെരിയവർ ഇ വി രാമസ്വാമി നായ്ക്കരുണ്ട്. അദ്ദേഹം വൈക്കം സത്യാഗ്രഹ സ്ഥലത്ത് വന്ന് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹത്തിനൊരു പേര് വീണു. ആ പേരാണ് തന്തൈ പെരിയവർ എന്നത്. ആ പേരെങ്ങനെ വീണെന്നറിയണ്ടേ? അദ്ദേഹം എടുത്തിട്ട് പറഞ്ഞു, ബ്രാഹ്മണൻ തലയിൽ നിന്ന്, ക്ഷത്രിയൻ ഉടലിൽ നിന്ന്, വൈശ്യൻ അരയിൽ നിന്ന്, ശൂദ്രൻ പാദപീഠത്തിൽ നിന്ന്, ഇത്രയും മനുഷ്യരെ സൃഷ്ടിക്കാനേ ബ്രഹ്മാവിന് കഴിഞ്ഞുള്ളൂ. കാരണം അത്രയും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ബ്രഹ്മാവ് ക്ഷീണിച്ചു, ബാക്കി മനുഷ്യകാര്യം പോകത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാക്കി മനുഷ്യരെങ്ങനെ ഉണ്ടായെന്നറിയോ? അപ്പോൾ കേൾവിക്കാരനങ്ങാതിക്ക് അദ്ദേഹം പറഞ്ഞു ബാക്കി മനുഷ്യരൊക്കെ അപ്പന് പിറന്നു, തന്തയ്ക്ക് പിറന്നു. നമുക്കും അങ്ങനെ പറയാനല്ലേ സന്തോഷം, തന്തയ്ക്ക് പിറന്നു. അപ്പോൾ ബാക്കി മനുഷ്യരൊക്കെ ഇങ്ങനെ പിറന്നേ. അങ്ങനെയാണ് ഈ പെരിയൂർ രാമസ്വാമി നായ്ക്കർക്ക് തന്തൈ പെരിയവർ എന്ന പേര് തന്നെ ഉണ്ടായി. ഇവിടെ എന്താ പറഞ്ഞേ? ഇത്തരത്തിൽ ഈ സത്യഭാമമാരുടെ മനസ്സിൽ, അവരുടെ ചിന്തയിൽ, അവരുടെ ആധ്യാത്മിക ബോധത്തിൽ RLV രാമകൃഷ്ണൻ എന്നൊരാളില്ല, അത്ര ആളുകളെ ഇല്ല. അവർക്ക് ഈ ഭൂമിയിൽ തന്നെ അധിവസിക്കാൻ പാടില്ല എന്ന തരത്തിൽ അവർ ചെയ്യേണ്ട ചില തൊഴിലുകളെ പറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മനുസ്മൃതിയിലും മറ്റും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ RLV രാമകൃഷ്ണനെ പോലുള്ള ആളുകൾ അത്തരം തൊഴിൽ ചെയ്യട്ടെ, ഞങ്ങളൊക്കെ ഇത് പഠിപ്പിച്ചുകൊള്ളാം എന്നാണ് പറയുന്നത്. ഞാനവിടെ സത്യഭാമയോട് പറയുന്നത്, നിങ്ങൾ അതുകൊണ്ട് ഒതുങ്ങണ്ട. നിങ്ങൾ എന്തായിരുന്നു പൗരാണികമായ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ നടന്നിരുന്നത്, ആ കലാരൂപത്തിലേക്ക് തിരിച്ചു പോകണം. അത് ആവശ്യമുള്ളവർ കാണുമല്ലോ, അത് അവിടെ നടക്കട്ടെ. RLV രാമകൃഷ്ണന് ഇനി മോഹിനിയായിട്ടോ അല്ലാതെയോ അദ്ദേഹത്തിന് ആടാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, ആരുടെ ഔദാര്യമല്ല. ഇന്ത്യ പോലൊരു രാജ്യത്ത് നിലനിൽക്കുന്ന UGC പോലൊരു സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ UGCയുടെ നോംസ് അനുസരിച്ച് ഗവേഷണം ചെയ്ത് പഠിച്ച് പ്രബന്ധം അവതരിപ്പിച്ച് അദ്ദേഹം നേടിയെടുത്ത ഒരു PhD ഉണ്ട്. ആ ഡോക്ടറേറ്റിന്
നിങ്ങളുടെ പഠനത്തെക്കാൾ വിലയും മൂല്യവുമുണ്ട്. അതിനെ ഏത് തരത്തിൽ താരതമ്യം ചെയ്താലും നിങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ വരില്ല. ആ കൂടെ അതിരുവിട്ട ഈ അഹന്താബോധം കൂടി നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളെ കൂടുതൽ ചെറുതാക്കി കളയുന്നു. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് മനുഷ്യയാകണം അല്ലെങ്കിൽ മനുഷ്യത്വം ഉണ്ടാകണമെന്ന് പരിധി വിട്ട് ഞങ്ങൾക്ക് ശടിക്കാനാവില്ല. അതുകൊണ്ട് നിങ്ങളെ വഴിതെറ്റിച്ച ഇത്തരം പ്രത്യയശാസ്ത്ര ബോധങ്ങളെ കുടഞ്ഞെറിഞ്ഞ് മാനവികതയുടെ പുത്തൻ ചിന്താധാരയിലൂടെ നടക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾ നടന്നാലും ഇല്ലെങ്കിലും രാമകൃഷ്ണന്മാർ മുമ്പോട്ട് പോകും. നിങ്ങൾക്ക് അവരെ തടയാനാവില്ല. നിങ്ങളുടെ വാക്കുകൾക്ക് യാതൊരുവിധ പ്രസക്തിയും അവിടെ ഉണ്ടാകില്ല. ഇങ്ങനെ വഴി തടഞ്ഞവരാരും വിജയിച്ച ചരിത്രമില്ല. അവയൊക്കെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ഇത്തരം അഹന്തകളുടെ മീതെ എന്നും വിമോചനത്തിന്റെയും അതിശക്തമായ പ്രതിരോധത്തിന്റെയും വില്ലുവണ്ടികൾ ഉരട്ടി ഇത്തരക്കാരുടെ നെഞ്ചിലൂടെ തന്നെ ആ വില്ലുവണ്ടി വാഞ്ഞുപോയിട്ടുണ്ട്. അവരൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ ശൂന്യരായി തീർന്നിട്ടുണ്ട്. ആ ഭൂതകാല ചരിത്രം സത്യഭാമമാരും അവരെ പിന്തുണയ്ക്കുന്നവരും ഓർത്തിരിക്കുക. നിങ്ങളുടെ വരട്ടുവാദങ്ങൾ കണ്ട് തലകുനിക്കാത്ത, മുട്ടിടിക്കാത്ത, വിധേയത്വമില്ലാത്ത ഒരു തലമുറ ആർജവത്തോടെ ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.